പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് അനിയന്ത്രിതമായിട്ടുള്ളൊരു ഫിയർ വരും, അൺകൺട്രോൾഡ് ഫിയർ വരും, എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ, ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെ. ഒരു പ്രത്യേക ഒരു ട്രിഗർ വേണ്ട, സിറ്റുവേഷൻ വേണ്ട, വേണമെന്നൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ ട്രിഗർ സിറ്റുവേഷൻ കാരണം വരാം, അതല്ലാതെ വെറുതെ ഇരിക്കുമ്പോഴും വരാം പാനിക് അറ്റാക്ക്. എങ്ങനെ വേണേലും ചിലപ്പോൾ ഉറക്കത്തിൽ വരാം, ഉറക്കത്തിൽ പടയെന്ന് നെഞ്ചിടിക്കാൻ തുടങ്ങും. അപ്പോൾ എൻ്റെ അടുത്തൊരു പേഷ്യന്റ് വന്നത് ഏകദേശം ഒരു 85 ECG ആയിട്ടാണ് വന്നത്. കാരണം ഓരോ പ്രാവശ്യവും പാനിക് അറ്റാക്ക് വരുമ്പം ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെയാണ് തോന്നുന്നത്. പെട്ടെന്ന് നെഞ്ചിടിക്കുന്ന പോലെ തോന്നും, വിയർക്കും, നെഞ്ച് വേദന വരുന്ന പോലെ തോന്നും, ചിലപ്പോൾ ഓക്കാനൊക്കെ വരുമോ, ഛർദ്ദി വരുമോ. അപ്പോൾ ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമാണെന്ന് വിചാരിച്ച് എപ്പോഴും അടുത്തുള്ള കാഷ്വാലിറ്റി ചെല്ലും. സിംറ്റംസ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ECG എടുക്കും. അങ്ങനെ ഒരു 80-85 ECG ഒരു ബാഗിനകത്തിട്ട് അടിക്കുകയാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ പാനിക് അറ്റാക്ക് എങ്ങനെ വേണേലും വരാം. പക്ഷെ അതല്ലാതെ ഈ പറഞ്ഞത് മാതിരി ഒരു ഹിസ്റ്ററിക്കൽ രീതിയിൽ, ഒരു ഡിസോസിയേറ്റീവ് രീതിയിൽ ശ്രദ്ധ കിട്ടാനായിട്ട്, ഡിസോസിയേറ്റീവ് കൺവേർഷൻ, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് അത് നോക്കേണ്ട ഒരു വിഷയമാണ്. അതാവുമ്പോഴത്തേനും ഈ പറഞ്ഞതുപോലെ ഒരു അട്രാക്ഷൻ കിട്ടാൻ, അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാൻ, മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സഹതാപം കിട്ടാൻ, അല്ലെങ്കിൽ അവനവൻ്റെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഒന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോവുക, അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വേഷം കെട്ടാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അതിനെ ആ തലത്തിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പോഴും ഹൈപ്പർ വെന്റിലേഷൻ, ഈ ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥ വരുമ്പോഴത്തേനും ശ്വാസഗതി മേലോട്ടും താഴോട്ടും ഭയങ്കര ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. ഈ ഡിസോസിയേറ്റീവ് ഫിനോമിനയുടെ ഭാഗമായിട്ടാണോ എന്ന് വിചാരിച്ച്, ശ്രദ്ധ കിട്ടാനുള്ള ഭാഗമായിട്ടാണോ എന്ന് വിചാരിച്ച് അതിനെ വേണ്ടത്ര ഗൗരവം കൊടുക്കാത്ത സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്.